നമസ്കാരം. വീണ്ടും ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് അരങ്ങൊരുങ്ങുമ്പോൾ ലോകം ഉറ്റുനോക്കുകയാണ്. ഓഗസ്റ്റ് 15-ന് അമേരിക്കയിലെ അലാസ്കയിൽ വെച്ചാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത്. ട്രംപ് തന്നെയാണ് ഇക്കാര്യം ലോകത്തെ അറിയിച്ചത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതായിരിക്കും ഉച്ചകോടിയിലെ പ്രധാന ചർച്ച. പുടിൻ ട്രംപ് കൂടിക്കാഴ്ച റഷ്യൻ ഭരണകൂടവും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ ചർച്ചകളിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് ഇന്ത്യയുമായി ഉടക്ക് തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് ട്രംപ് പറയാൻ പോകുന്നത്, ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുമോ പുടിൻ എന്ന രീതിയിലുള്ള ചർച്ചകളും ഇതിനോടകം വന്നു കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ താനും റഷ്യയുടെ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും തമ്മിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കൂടിക്കാഴ്ചയാണ് നടക്കാൻ പോകുന്നത്. അതായത് ഓഗസ്റ്റ് 15-ന് ഗ്രേറ്റ് സ്റ്റേറ്റ് ഓഫ് അലാസ്കയിലാണ് ഇത് നടക്കുന്നത്. ഇതായിരുന്നു കൂടിക്കാഴ്ചയെക്കുറിച്ച് ട്രംപ് തൻ്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. 2021 ജൂണിൽ ജനീവയിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോ ബൈഡൻ പുടിനെ കണ്ടതിനു ശേഷം ഇതാദ്യമായാണ് US റഷ്യൻ രാഷ്ട്ര തലവന്മാർ നേർക്കുനേർ കാണാൻ പോകുന്നത്. അതേസമയം ട്രംപ് പുടിൻ കൂടിക്കാഴ്ച നേരത്തെ നടന്നത് 2019-ലാണ്. 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും തമ്മിൽ കാണാൻ പോകുന്നത്. ട്രംപിന്റെ ആദ്യ ടേമിൽ ജപ്പാനിൽ നടന്ന G20 ഉച്ചകോടിയിലാണ് ഇരുവരും അവസാനമായി നേരിട്ട് കണ്ടത്. രണ്ടാം വട്ടം അധികാരത്തിലെത്തിയ ശേഷം യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ജനുവരി മുതൽ നിരവധി തവണ ഫോണിൽ ഇരുവരും സംസാരിച്ചിരുന്നു. താൻ അധികാരത്തിലേറിയാൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന വീമ്പ് പറഞ്ഞെത്തിയ ട്രംപിന് ഇതുവരെയും ഒരു പരിഹാരം കണ്ടെത്താനായില്ല. തൻ്റെ ഇമേജ് ഇടിയുന്നുവെന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു നേർക്കുനേർ കൂടിക്കാഴ്ച വരെ എത്തിയിരിക്കുന്നത്. 10 വർഷത്തിന് ശേഷമാണ് ഒരു റഷ്യൻ പ്രസിഡന്റ് അമേരിക്ക സന്ദർശിക്കുന്നതെന്ന പ്രത്യേകതയാണ് ഇത്തവണയുള്ളത്. ജോ ബൈഡന്റെ ഭരണകാലത്ത് യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര സംഘർഷം വർദ്ധിച്ചിരുന്നു. യുക്രൈന് റഷ്യയെ പ്രതിരോധിക്കാൻ ആവശ്യമായ സൈനിക സഹായങ്ങൾ നൽകിയിരുന്നത് അമേരിക്കയായിരുന്നു. എന്നാൽ ട്രംപ് അധികാരത്തിൽ എത്തിയതോടെ റഷ്യയോട് മൃദു സമീപനം സ്വീകരിക്കുന്നതാണ് കണ്ടത്. യുക്രൈന് സഹായങ്ങൾ നൽകുന്നതിൽ ട്രംപ് വിമുഖത പ്രകടിപ്പിക്കുകയും ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കാൻ ഇതിനോടകം തന്നെ നിരവധി തവണ അമേരിക്ക മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇതിനായി US പ്രതിനിധിയെ റഷ്യയിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പുടിൻ ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചിരുന്നില്ല. റഷ്യയും യുക്രൈനും തമ്മിൽ നടന്ന 3 റൗണ്ട് ചർച്ചകളിലും ഫലം കണ്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പുടിൻ ട്രംപ് കൂടിക്കാഴ്ചയെ ലോകം ഉറ്റുനോക്കുന്നത്. കൂടിക്കാഴ്ച സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുൻപ് ചൈനയിലെയും ഇന്ത്യയിലെയും നേതാക്കളുമായി പുടിൻ കൂടിയാലോചനകൾ നടത്തിയ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ട്രംപ് ഇന്ത്യക്ക് മേലുള്ള തീരുവ ഇരട്ടിയാക്കിയതിനെ തുടർന്ന് അമേരിക്കയുമായുള്ള ബന്ധത്തിൽ വലിയ വിള്ളൽ വീണിരുന്നു. ഈ ഘട്ടത്തിലാണ് പുടിൻ ട്രംപ് കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് തീരുമാനങ്ങൾ റഷ്യയെയും ചൊടിപ്പിച്ചിരുന്നു. തങ്ങളുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന ഇന്ത്യക്കെതിരെ പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു റഷ്യ പ്രതികരിച്ചിരുന്നത്. പലപ്പോഴും അമേരിക്ക ഇന്ത്യയോട് എടുക്കുന്ന നിലപാടുകൾ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഇന്ത്യയെ വിമർശിച്ചും ചില വിഷയങ്ങളിൽ എതിർപ്പുകൾ പ്രകടിപ്പിച്ചും ട്രംപ് രംഗത്തെത്തിയപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും ഇന്ത്യയെ അനുകൂലിച്ച് റഷ്യയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ട്രംപും പുടിനും നേർക്കുനേർ വരുന്നത്.